എറണാകുളം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഹബീബൻ എംപിയുടെ ജില്ലയിൽ സജീവമാണ്. അദ്ദേഹം എന്തായാലും നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. പ്രചാരണ പ്രവർത്തനങ്ങൾ ഏതൊക്കെ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? അല്ല, ജില്ലയിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോഴും 14-ൽ 9 സീറ്റ് ഉണ്ടായ ജില്ലയാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയ കൊച്ചി, വൈപ്പിൻ, കളമശ്ശേരി അടക്കമുള്ള നിയോജകമണ്ഡലത്തിൽ തിരികെ പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, സർക്കാരിനെതിരെയുള്ള അതിശക്തമായ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കപ്പെടും. മറ്റൊന്ന്, പശ്ചിമ കൊച്ചി പോലെ 10 വർഷമായി സർക്കാരിൻ്റെ തണലിൽ കഴിയുന്ന ജനപ്രതിനിധികൾ പശ്ചിമ കൊച്ചിയുടെ വികസന മുരടിപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ പ്രാദേശികമായ വലിയ വികാരമുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചിയുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് വെന്റിലേറ്ററിലല്ല, മോർച്ചറിയിലാണ്. പശ്ചിമ കൊച്ചിയിലെ ടൂറിസം പെർസ്പെക്റ്റീവ്സ് യാതൊരു തരത്തിലും മുന്നോട്ട് പോയിട്ടില്ല. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്ന് പറയുന്ന പൈതൃക ടൂറിസത്തിന് വലിയ പ്രാതിനിധ്യം കൊടുക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാതലായ വിഷയങ്ങൾ ഈ ചർച്ചയിൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിന് ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വോട്ട് ചെയ്യും. ഷിയാസ് എത്ര കേസുണ്ട്? ഷിയാസ് 136 കേസുണ്ട്. അപ്പോൾ ഷിയാസ് അതിർത്തി തർക്കത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചു പറിച്ചിട്ടോ ഉണ്ടായിട്ടുള്ള കേസല്ല. ഷിയാസിൻ്റെ എല്ലാ കേസസും പൊളിറ്റിക്കൽ കേസസാണ്. ആ കേസസ് എന്ന് പറയുന്നത് ഞങ്ങൾ സമരം ചെയ്ത, കേരളത്തിലെ പൊതുവായ വിഷയങ്ങൾക്ക് ജനപക്ഷത്ത് നിന്ന് സമരം ചെയ്ത വിഷയങ്ങളാണ്. അപ്പോൾ ഷിയാസ് എന്താണ് എന്നുള്ളത് ഇവിടുത്തെ ആളുകൾക്ക് വളരെ കൃത്യമായി ബോധ്യമുണ്ട്. ഒരു ജനപ്രതിനിധി ആയിട്ടില്ലെങ്കിൽ പോലും, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പാണെങ്കിൽ പോലും, ഞങ്ങളെല്ലാം കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ ഒരുമിച്ച് ഒരേ കാലഘട്ടത്തിൽ വളർന്നു വന്ന ആളുകളാണ്. അപ്പോൾ അദ്ദേഹം ജനപ്രതിനിധി അല്ലെങ്കിൽ പോലും പൊതുവായ വിഷയത്തിൽ നിന്നൊന്നും മാറി നിന്നിട്ടില്ല. അത് വിദ്യാർത്ഥി വിഷയങ്ങൾ, യുവജന വിഷയങ്ങൾ, പൊതുവായ വിഷയങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവും പാഠവും ഇനി കൊച്ചിയുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അത് ജനങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞു. ഞങ്ങളുടെ റോഡ് ഷോ ഇന്നലെ ആയിരുന്നു. വലിയ പിന്തുണയാണ് റോഡ് ഷോയിൽ വന്ന മുഴുവൻ ആളുകളും പ്രകടിപ്പിച്ചത്. അത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്തിൽ ഏറ്റവും മുൻനിരയിൽ കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് ഷിയാസ് നിയമനിർമ്മാണ സഭയിലുണ്ടാകും. പ്രത്യേകിച്ച് 2016 മുതൽ മാക്സി കൈവശം വെച്ചിരിക്കുന്ന, CPM കൈവശം വെച്ചിരിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ ഒരു വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെ വേണ്ടി വരും എന്ന് തോന്നിയിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. പശ്ചിമ കൊച്ചിയിൽ ഒരാൾക്ക് ആശുപത്രി പോകണമെങ്കിൽ അവർ എറണാകുളത്തേക്ക് പോകണം. എന്തുകൊണ്ടാണ് ഇവിടെ സർക്കാർ മേഖലയിൽ നല്ല ആശുപത്രികളില്ലാത്തത്? 2 താലൂക്ക് ആശുപത്രികളുണ്ട്. അതുപോലെ തന്നെ മറ്റ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. ചെല്ലാനം, കണ്ണമാലി തീരദേശ മേഖലയിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു അപകടം സംഭവിച്ചാൽ അവർക്ക് എമർജൻസി ആയിട്ട് പോകാനുള്ള ഒരു ആശുപത്രിയില്ല. ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ല, മരുന്നുകളില്ല. കിഫ്ബി പദ്ധതി എന്ന് കൊട്ടിഘോഷിച്ച കരുവലിപ്പടി താലൂക്ക് ഹോസ്പിറ്റൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ 25 ലക്ഷം രൂപയുടെ ഒരു ആംബുലൻസ്, അത്യാധുനിക ആംബുലൻസ് അവിടെ നൽകിയിട്ടുണ്ട്. അതിന്നും ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ പണം നൽകാം, MP ഫണ്ട് നൽകാം, CSR ഫണ്ട് നൽകാം, പക്ഷേ യാതൊരു പ്രപ്പോസലുകളും സൂപ്രണ്ടൻ്റ് നൽകിയിട്ടില്ല. ഫോർട്ട് കൊച്ചി താലൂക്ക് ഹോസ്പിറ്റലിൽ ശ്രീ TK അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വികസനങ്ങളും ഞങ്ങളിപ്പം നൽകിയ 1.5 കോടിയും അല്ലാതെ മറ്റൊരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. അപ്പോൾ പശ്ചിമ കൊച്ചിയുടെ, ഞാൻ പറഞ്ഞതുപോലെ, ആരോഗ്യ മേഖല, ടൂറിസം മേഖല, അടിസ്ഥാന സൗകര്യ വികസനം, ഇതിനെല്ലാം ഇനിയും ഒരുപാട് നാളുകൾ കാത്തിരിക്കണം. ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. അതായത് ഇവിടെയും MLA CPMൻ്റേതാണ്, സർക്കാരും ഭരിക്കുന്നത് CPM ആണ്. എന്നിട്ടും ഇവിടെ ജനങ്ങൾക്ക് യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വികസന മുരടിപ്പിനെതിരെ അതിശക്തമായ വികാരമുണ്ടാകും. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, കൊച്ചി പ്രദേശത്ത് നടത്തിയിട്ടുള്ള എല്ലാ പദ്ധതികളും സ്മാർട്ട് സിറ്റി, കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡിൽ ഞങ്ങളെല്ലാം കൂടി പ്രപ്പോസ് ചെയ്തിട്ടുള്ള പദ്ധതികളാണ്. അത് MLAയുടെ മിടുക്കല്ല. അത് 166 കോടി രൂപയുടെ സിവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നടക്കാതെ പോയപ്പോൾ ഡൈവേർട്ട് ചെയ്ത ഫണ്ടിലാണ് എല്ലാ പാർക്കുകളുടെയും, എല്ലാ റോഡുകളുടെയും, എല്ലാ ചെറുപാലങ്ങളുടെയും നവീകരണം നടന്നത്. അതൊഴിച്ചാൽ മറ്റൊന്നും തന്നെ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല. ടൂറിസം മേഖല, ഇവിടെ ബീച്ച് റേസ് നടന്ന് ഓർമ്മയാണ് ഞങ്ങൾക്കുള്ളത്. ചെറുപ്പക്കാരുടെ ബീച്ച് റേസ് നടന്ന ബീച്ചായിരുന്നു. ആ ബീച്ചില്ല, കളിസ്ഥലങ്ങളില്ല. യുവാക്കൾക്ക് ഇപ്പോൾ കാർണിവലാണെങ്കിലും മറ്റു പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാം അൺഓർഗനൈസ്ഡ് ആയിട്ടാണ്. അപ്പോൾ അതെല്ലാം കൊച്ചിയുടെ പ്രൗഢി തിരികെ കൊണ്ടുവരിക എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അതിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കേരളം ജയിക്കും, UDF നയിക്കും.
ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, പ്രധാനമായിട്ടും പറഞ്ഞപ്പോൾ കണ്ണമാലി പ്രദേശത്തെ ആളുകളായാലും ചെല്ലാനത്തെ ആളുകളായാലും കടലൊന്നും കറുത്തല്ല അവർ പേടിയോടെ ജീവിച്ചിരുന്ന ഒരു കാലമാണ്. അത് നാളുകളായിട്ടുള്ള ആവശ്യമാണ്. പക്ഷെ അതിപ്പോഴും ഒന്നാം ഘട്ടം മാത്രം പൂർത്തീകരിച്ചിരുന്നു. രണ്ടാം ഘട്ടത്തിൽ തുടക്കം വർഷമായി ഞങ്ങളിതിൻ്റെ ഉദ്ഘാടന വേളയിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ ഞാൻ പറഞ്ഞതാണ്, ഇത് കണ്ണമാലി വരെയാണ്, കോർപ്പറേഷൻ മേഖലയിൽ സൗദി വരെ ഉള്ള സ്ഥലങ്ങൾ കടൽഭിത്തി നിർമ്മിക്കണം. പക്ഷേ ഇപ്പോൾ നിർമ്മിച്ചത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതിൽ തന്നെ ഒരുപാട് പോരായ്മകളുണ്ട്. പിന്നെ മറ്റൊരു 6 കിലോമീറ്റർ വീണ്ടും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. അപ്പം ഞങ്ങളിത് സംബന്ധിച്ച് നിരന്തരമായ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആദ്യത്തെ റീച്ചിൽ തന്നെ അത് പൂർത്തീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നും 10 വർഷം എടുത്തു സർക്കാർ ഈ ഒരു പദ്ധതി ഇത്രയും എത്തിക്കാൻ. അപ്പോൾ ഇനി അത് പൂർത്തീകരണം എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ്. ജനങ്ങളുടെ വികാരമുണ്ട് എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ മനസ്സിലായതാണ്. ഞങ്ങൾ ആ തീരദേശ ജനതയ്ക്ക് തോത്ത ചുഴലിക്കാറ്റുണ്ടായപ്പോൾ ഞാൻ അവിടെ ഏകദേശം 20ഓളം വീടുകൾ വെച്ച് കൊടുത്ത ആളാണ്. അപ്പം ഞങ്ങൾ അവരോടൊപ്പമുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു ജനപ്രതിനിധിയെ MLA ആയി ലഭിച്ചെങ്കിൽ മാത്രമേ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കൂ. അതിനാണ് ഞങ്ങൾ ഷിയാസിനെ പ്രപ്പോസ് ചെയ്യുന്നത്. ഷിയാസിക്ക, ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന വാഗ്ദാനം എന്താണ്? ചെല്ലാനത്തെ ജനങ്ങളുടെ ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അവരുടെ കടൽഭിത്തി. വളരെ ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യങ്ങൾ എത്രയോ കാലഘട്ടമായി നമ്മൾ കാണുന്നു. സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് തുടങ്ങിവെച്ച പദ്ധതികൾ, ആ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതി അത് മാറ്റി അത് പുതിയ സാങ്കേതികമായിട്ടുള്ള നൂതനമായിട്ടുള്ള വിദ്യകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ടെട്രാപാഡ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ അത് പരിപൂർണമാക്കാമായിരുന്നു സർക്കാരിന്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഉദ്ഘാടന ഒരു മഹായോഗം അവിടെ നടത്തി മുഖ്യമന്ത്രി വന്ന്. അതിന് സാങ്കേതികമായിട്ടുള്ള ഒരു അനുമതിയും സർക്കാരിന് കിട്ടിയിട്ടില്ല. ഉദ്ഘാടനത്തിന് വേണ്ടി നടത്തിയതാണ് അത്. കണ്ണമാലിയിൽ നടത്തിയ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. ആത്മാർത്ഥതയുള്ള സമീപനമാണെങ്കിൽ അതിന് സാങ്കേതികമായിട്ടുള്ള അനുമതികൾ വാങ്ങി അതിൻ്റെ പണം സർക്കാർ വകയിരുത്തി അത് കൊടുക്കണമായിരുന്നു. നേരത്തെ ചെയ്ത കോൺട്രാക്ടർക്ക് പകുതി പണം പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിവ്. അപ്പം നേരത്തെ 12 കിലോമീറ്റർ പറഞ്ഞത് 8 കിലോമീറ്ററായി ചുരുങ്ങി. ബാക്കിയും കിടക്കുകയാണ് ചെല്ലാനം പ്രദേശത്തെ ആളുകൾ. പിന്നീടാണ് കണ്ണമാലി. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അടിയന്തര പ്രാധാന്യമായി അവിടെ ചെയ്യാനുള്ളത്. സമയബന്ധിതമായി അത് പൂർത്തീകരിക്കും. അത് ജനങ്ങളുടെ ഒരു ജനകീയമായിട്ടുള്ള ഏറ്റവും വലിയൊരു ആവശ്യമാണ്. അതിനപ്പുറത്ത് തീരദേശ ഹൈവേ വലിയ ആശങ്കയാണ്. അപ്പോൾ കടലും റോഡും ചേർന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. കടൽ പിന്നെ പാരിസ്ഥിതികമായി ഉണ്ടാകാവുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഉണ്ടാകാവുന്നതാണ് കടൽക്ഷോഭം. പക്ഷേ ഇത് സർക്കാരുണ്ടാക്കിയതാണ് ആ ആശങ്ക. ആ ആശങ്ക അത് പ്രായോഗികമായി ചെയ്യാൻ കഴിയാവുന്ന ഒന്നല്ല തീരദേശ ഹൈവേ എന്ന് പറയുന്നത്. അത്ര മീറ്റർ ഉയരത്തിൽ 2 സൈഡിൽ നിന്നും ഭൂമി ഏറ്റെടുത്ത് ആ ഏറ്റവും ദരിദ്രമായി ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്ന നടപടി അത് അവ്യക്തമായിട്ടുള്ള നടപടിയാണ് സർക്കാർ. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൻ്റെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നിയമത്തിൻ്റെ ഭാഗമായിട്ടല്ല ഭൂമി ഏറ്റെടുക്കുന്നത്. സർക്കാരിൻ്റെ തീരുമാനമാണ്, കേരള സർക്കാരിൻ്റെ. പൊന്നുമലയാണ്. അതൊക്കെ കൊടുത്താൽ ഈ പാവങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അവരുടെ ഭൂമി ഏറ്റെടുക്കുന്ന നിലവിലുള്ള ആളുകളുടെ ഭൂമി ഈ പറയുന്നത് പോലെ വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യം, അത്തരത്തിലുള്ള ആശങ്കകൾ അവിടെ നിലനിൽക്കുന്ന അപ്രായോഗികമായിട്ടുള്ള ആ നടപടികളെല്ലാം എതിരാണ്. അതൊരു കാരണവശാലും തീരദേശ ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകില്ല. ചെല്ലാനത്തെ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഉറപ്പാതാണ്. ആ രീതിയിലുള്ള നടപടികളായിരിക്കും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാവുന്ന സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. അത് യഥാർത്ഥ ഡെവലപ്മെൻറ്റ്. അത് പരിസ്ഥിതി കൂടി പരിശോധിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ആ കാലാവസ്ഥാ വ്യതിയാനം കൂടി പരിശോധിക്കണം. ഇപ്പം അതൊന്നും പരിശോധിക്കാതെ വെറുതെ പലവർക്കും വേണ്ടി ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ ജനങ്ങൾ ദുരിതം അനുഭവിച്ചോട്ടെ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്. ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും കൊച്ചിയിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് 2 ദിവസമായി. അതിനുശേഷം വലിയ മുന്നേറ്റമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഷിയാസ് വിലയിരുത്തുന്നത്. അങ്ങനെയാണ് എന്തായാലും 2016 മുതൽ CPM കൈവശം വെച്ചിരിക്കുന്ന മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസിനുള്ളത്. ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.